2024 അവസാനിക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് വിട പറഞ്ഞവർ ഏറെയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാഹിത്യ, സിനിമാ മേഖലയിലെ നിരവധി പേരാണ് 2024 ലോകത്തു നിന്നും വിട പറഞ്ഞത്. രത്തൻ ടാറ്റ നവഭാരത ശില്പികളിൽ ഒരാളായ വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയാണ് 2024 തീരാ നഷ്ടങ്ങളിലൊന്ന്. ഒക്ടോബർ 9 തൻ്റെ 86 വയസ്സിലാണ് രത്തൻ ടാറ്റ ഈ ലോകത്തോട് വിട പറഞ്ഞത്. രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ച വ്യക്തിയായിരുന്നു രത്തൻ ടാറ്റ. തുടർച്ചയായി 21 വർഷം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ടാറ്റ ഗ്രൂപ്പിനെ ഇന്ന് കാണുന്ന ആഗോള കമ്പനിയാക്കി പടുത്തുയർത്തിയതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. ടാറ്റ എന്ന ബ്രാൻഡിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കാതെ കടന്നുപോകുന്ന ശരാശരി ഇന്ത്യക്കാരന്റെ ദൈനംദിന ജീവിതം. ഉപ്പ് മുതൽ വിമാനം വരെ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുതൽ വസ്ത്രങ്ങൾ വരെ 2 നൂറ്റാണ്ടിന്റെ കഥയുണ്ട് ടാറ്റ ഗ്രൂപ്പിന്. എന്നാൽ സുവർണ കാലഘട്ടം രത്തൻ തലപ്പത്തിരുന്ന 2 പതിറ്റാണ്ട് തന്നെയായിരുന്നു. 30ഓളം ലിസ്റ്റഡ് കമ്പനികൾ, നിരവധി ഉപകമ്പനികൾ, $30 ലക്ഷം ആസ്തി, 10 ലക്ഷത്തിലധികം ജീവനക്കാർ, അങ്ങനെ ഓരോ ഇന്ത്യക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ടാറ്റ എന്നും ഉണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിക്കുന്നത് ഡിസംബർ 26-നാണ്. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ്റെ വിയോഗം 92 വയസ്സിലാണ്. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മൻമോഹൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചുവാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രിയെന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ശ്രദ്ധേയനായി. CPMലെ സൗമ്യമുഖമായിരുന്ന CPM ജനറൽ സെക്രട്ടറിയായിരുന്നു സീതാറാം യെച്ചൂരി. സെപ്റ്റംബർ 12-നാണ് വിടവാങ്ങുന്നത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് വരിച്ച നേതാവായിരുന്നു. 1984-ൽ 32-ാം വയസ്സിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായത്. 1988-ൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 1992-ൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. പിന്നീട് 2015-ൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു. 2018-ൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും CPM ദേശീയ അധ്യക്ഷനായി. 2022-ൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏവർക്കും സമ്മതനായ നേതാവിൻ്റെ വിയോഗം 2024-ന്റെ തീരാ നഷ്ടമാണ്. MM ലോറൻസ് മുതിർന്ന CPIM നേതാവും തൊഴിലാളി യൂണിയൻ സംഘാടകനും മുൻ ലോക്സഭാംഗവുമായിരുന്ന MM ലോറൻസ് ഓർമ്മയായത് ഈ വർഷമായിരുന്നു. 95 വയസ്സിലായിരുന്നു അന്ത്യം. സെപ്റ്റംബർ 21-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം, CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഒരു വ്യാഴവട്ടക്കാലം LDF കൺവീനറായിരുന്നു. മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ, എഴുത്തിൻ്റെ പെരുന്തച്ഛൻ MT വാസുദേവൻ നായരുടെ വിയോഗത്തോടെയാണ് 2024 വിടവാങ്ങുന്നത്. മലയാളികൾക്ക് കഥയുടെ സർഗവസന്തം തീർത്ത ഇതിഹാസ എഴുത്തുകാരൻ തൻ്റെ 91-ാം വയസ്സിലാണ് മലയാളത്തോട് വിട പറഞ്ഞത്. പുന്നയൂർക്കുളം T നാരായണൻ നായർ, അമ്മ ശ്രീമതി അമ്മാളു. 4 മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു MT വാസുദേവൻ നായർ. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച MT പത്രാധിപൻ എന്ന നിലയിലും അതുല്യനാണ്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട്. തബല മാന്ത്രികൻ സാക്കിർ ഹുസൈൻ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞത് സംഗീതപ്രേമികൾക്ക് തീരാ നോവാണ്. ഡിസംബർ 15-നാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഉസ്താദ് സാക്കിർ ഹുസൈൻ 73-ാം വയസ്സിൽ വിട പറയുമ്പോൾ സംഗീത ലോകത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. 2 ഓസ്കാറുകളും 4 എമ്മികളും 1 ടോണിയും നേടിയ ചുരുക്കം ചില അഭിനേതാക്കളിൽ ഒരാളായിരുന്നു അവർ. ഡിസംബർ 23-നാണ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞത്. 70കളിൽ ഇന്ത്യൻ സിനിമയിൽ പടർന്നു പിടിച്ച സമാന്തര സിനിമയുടെ അമരക്കാരനാണ് ശ്യാം ബെനഗൽ. മുഖ്യധാര സിനിമയുടെ കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റിയലിസവും സാമൂഹിക പ്രതിബദ്ധതയും ഇഴചേർന്നതായിരുന്നു ബെനഗലിൻ്റെ ചിത്രങ്ങൾ. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച പ്രതിഭയാണ് ശ്യാം ബെനഗൽ.
മുതിർന്ന മാധ്യമപ്രവർത്തകനും മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന BRP ഭാസ്കർ അഥവാ ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ വിടവാങ്ങിയത് ജൂൺ 4-നാണ്. തിരുവനന്തപുരത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. 7 പതിറ്റാണ്ടിലേറെ നീണ്ട പത്രപ്രവർത്തന ജീവിതത്തിൽ ദ ഹിന്ദു, സ്റ്റേറ്റ്സ്മാൻ, പാട്രിയറ്റ്, UNI, ഡക്കാൻ ഹെറാൾഡ് തുടങ്ങിയ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച BRPക്ക് പത്രപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവസാന കാലം വരെ സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയോടെ ഇടപെട്ടിരുന്ന BRP മലയാളത്തിലടക്കം നിരവധി മാധ്യമങ്ങളിൽ കോളമിസ്റ്റായിരുന്നു. നവംബർ 22-നായിരുന്നു പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി NN പിള്ള അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. ആകാശവാണി ഉദ്യോഗസ്ഥനായിരുന്നു. 9 മുഴുനീള നാടകങ്ങളും 80 ഏകാംഗങ്ങളും ഓംചേരി രചിച്ചിട്ടുണ്ട്. 1972 പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. മലയാള സിനിമയുടെ അമ്മമുഖമായിരുന്ന കവിയൂർ പൊന്നമ്മയുടെ വിയോഗം സെപ്റ്റംബർ 20-നാണ്. 60 വർഷത്തിലേറെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 12-ാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയ രംഗത്തേക്ക് വരുന്നത്. ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 2021 പുറത്തിറങ്ങിയ ആണും പെണ്ണുമാണ് കവിയൂർ പൊന്നമ്മയുടെ അവസാന ചിത്രം. 1000-ലധികം ചിത്രങ്ങളിൽ കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട്. 79-ാം വയസ്സിൽ അർബുദ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കിരീടം, ചെങ്കോൽ എന്നീ ചിത്രങ്ങളിലെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന നടനാണ് മോഹൻരാജ്. ഒക്ടോബർ മാസത്തിലാണ് വിടവാങ്ങിയത്. വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ കീരിക്കാടൻ്റെ വിയോഗം 2024-ന്റെ നഷ്ടമാണ്. 1988-ൽ 3-ാം മുറ എന്ന ചിത്രത്തിലൂടെ ഒരു ചെറിയ വേഷത്തിൽ മോഹൻരാജ് മലയാള സിനിമയിലേക്ക് കടന്നുവന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായി 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 3-ന് കഠിനംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും കരുത്തുറ്റ വില്ലന്മാരിൽ ഒരാളായിരുന്നു. ആ പേര് പിന്നീട് മോഹൻരാജിൻ്റെ സ്വന്തം പേരായി മാറി. കിരീടത്തിന് പുറമെ ചെങ്കോൽ, നരസിംഹം, ഹലോ, മായാവി തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മലയാള ചലച്ചിത്രഗാന രംഗത്തും ഭക്തിഗാന ശാഖയിലും മികച്ച സംഭാവന നൽകിയ പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചത് ഈ വർഷമായിരുന്നു. 90 വയസ്സായിരുന്നു. ഏപ്രിൽ 16-ന് തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം. ശ്രീകോവിൽ നട തുറന്നു, വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ തുടങ്ങിയ നിരവധി ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 2019-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച KG ജയന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകൻ KJ ജോയ് വിടവാങ്ങിയത് 2024 ജനുവരി 1-ന്. നെല്ലിക്കുന്ന് സ്വദേശിയായ അദ്ദേഹം 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. 1975-ൽ ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. 70ഓളം മലയാള ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതമൊരുക്കിയിട്ടുണ്ട്. 12ഓളം ഹിന്ദി ചലച്ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതമൊരുക്കി. വിവിധ സംഗീത സംവിധായകർക്കായി 500-ലധികം ചിത്രങ്ങളിൽ സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. തെന്നിന്ത്യൻ സിനിമയിൽ ആദ്യമായി കീബോർഡ് അവതരിപ്പിച്ചതും KJ ജോയ് ആണ്. മലയാള ചലച്ചിത്രഗാന ലോകത്തെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന വിശേഷണവും അദ്ദേഹത്തിന് സ്വന്തം. അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയായിരുന്നു മീന ഗണേഷ്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഡിസംബർ 19-ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, നന്ദനം, മിഴിരണ്ടിലും, മീശമാധവൻ തുടങ്ങി നിരവധി സൂപ്പർഹിറ്റ് സിനിമകളിലൂടെ മീന ഗണേഷ് സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. നിരവധി മലയാള ചലച്ചിത്രങ്ങളിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച പ്രശസ്ത നടൻ മേഘനാഥൻ അന്തരിച്ചത് ഈ വർഷത്തെ പ്രധാന നഷ്ടങ്ങളിൽ ഒന്നാണ്. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് കോഴിക്കോട് ആശുപത്രിയിൽ നവംബർ 21-നായിരുന്നു അന്ത്യം.
60 വയസ്സായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ് മേഘനാഥൻ. പഞ്ചാഗ്നി, ചെങ്കോൽ, ഈ പുഴയും കടന്ന്, ഉത്തമൻ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങി 50-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മലയാള ചലച്ചിത്ര മേഖലയിൽ 2024 ഒരു നഷ്ടമായിരുന്നു നടി കനകലതയുടെ വിയോഗം. പാർക്കിൻസൺസും മറവി രോഗവും കാരണം ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു കനകലതയുടെ അന്ത്യം തിരുവനന്തപുരത്തെ വീട്ടിൽ വച്ചായിരുന്നു. നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത 350ഓളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ വിടവാങ്ങിയത് ഈ വർഷമായിരുന്നു. മെയ് 8 മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. യോദ്ധ, ഗാന്ധർവം, നിർണയം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ്. സംവിധായകരായ സന്തോഷ് ശിവൻ, സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ്. 600-ലധികം ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്ത ടി.പി. മാധവൻ അരങ്ങൊഴിഞ്ഞത് ഈ വർഷമായിരുന്നു. ഒക്ടോബർ 9 കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു ടി.പി. മാധവൻ. യാക്കോബായ സുറിയാനി സഭയുടെ തലവൻ ശ്രേഷ്ഠ ബസീലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവ കാലം ചെയ്തത് ഒക്ടോബർ 31 പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ ചേർത്തുപിടിച്ച അധ്യക്ഷനാണ്. 2 പതിറ്റാണ്ടിലധികമായി യാക്കോബായ സുറിയാനി സഭയുടെ ഇടയനായിരുന്നു. ചെറിയ ലോകത്ത് നിന്ന് വലിയ ആകാശങ്ങൾ കീഴടക്കിയാണ് കത്തോലിക്ക ബാവ വിടവാങ്ങിയത്. കലാ, സാംസ്കാരിക, സാഹിത്യ ലോകത്തും രാഷ്ട്രീയ ലോകത്തും നമ്മെ വിട്ടുപിരിഞ്ഞ പ്രതിഭകളുടെ ഓർമ്മകൾക്കൊപ്പം അവർ നൽകിയ സംഭാവനകളും നല്ല നിമിഷങ്ങളെയും കൂടി സ്മരിച്ച് പുതുവർഷത്തിലേക്ക് ചുവടുവയ്ക്കാം.